ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോണത് ലാപ്ടോപ്പിൻ്റെ ഒരു ടിപ്പാണ്. ഈ ലാപ്ടോപ്പിൽ കീബോർഡിൽ 3 ബട്ടണുകൾ കംപ്ലൈൻ്റ് ആണ്. എല്ലാ ബട്ടണും ഇല്ല, 3 ബട്ടൺ മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു പെട്ടെന്നുള്ള ആവശ്യത്തിന് ഈ ബട്ടൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വർക്കാവാതെ വരികയാണ്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരികയാണ്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്തെങ്കിലും എൽ വെച്ചിട്ട് എന്തെങ്കിലും കെ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിലും ജെ വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിലും ഇത് വർക്കിംഗ് അല്ല, കീബോർഡ് വർക്കിംഗ് അല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ബട്ടൺ എസ് എൻ്റർ ചെയ്യുമ്പോൾ എസ് വരുന്നുണ്ട്, പിന്നെ എ വരുന്നുണ്ട്. 3 ബട്ടൺ കംപ്ലൈൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കീബോർഡാണ് ഇനി കാണിച്ചു തരാൻ പോണത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കീബോർഡ്. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കീബോർഡ് നമ്മളിപ്പോൾ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് തന്നെയാണ് ഇത്. ആ ഒരു കീബോർഡ് നമുക്ക് ഷോർട്ട് കട്ടായി സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ലാപ്ടോപ്പിലുള്ള എല്ലാ ബട്ടണുകളും ഇതിനകത്തുണ്ട്. ഈ ഒരു സ്ക്രീനിലുള്ളത് നമുക്ക് ചെറുതാക്കാൻ, വലുതാക്കാൻ, ഈ വലുപ്പത്തിലൊക്കെ ആക്കാനൊക്കെ പറ്റും. ഓക്കെ, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയേക്കാം. പിന്നെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തത് നമ്മളൊരു എല്ല് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞത്, അത് കുറച്ച് വലുതാക്കുക. എല്ല് ഇപ്പോൾ ക്ലിയറായി വർക്കാവുന്നുണ്ട്, കെ വർക്കിംഗ് ആവുന്നുണ്ട്, ജെ വർക്കിംഗ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത് നിങ്ങൾക്ക്. അതിനായിട്ട് നമ്മൾ വർക്കിംഗ് ആവാത്ത ബട്ടണുള്ള ഈ ഒരു കീബോർഡുമേ ആണ് ഉള്ളത്, അവിടെയാണ് ഇത് എനേബിൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൻ്റെ കീബോർഡിലാണ് ഇത്. ഈ ഒരു നമ്മൾ സ്ക്രീനിൽ വന്ന ആ ഒരു കീബോർഡ് ഓൺ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. ഈ കീബോർഡിൽ കൺട്രോൾ എന്ന് പറഞ്ഞ ബട്ടന്, അതുപോലെ വിൻഡോസ് പറഞ്ഞ ബട്ടൺ, ഒ എന്ന് പറഞ്ഞ ബട്ടന്, ഇത് 3 കൂടി അങ്ങോട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ക്രീനിൽ ആ ഒരു ഇത് വരിക, കീബോർഡ് വരല്. ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് 3 കൂടി ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്യണം. ചില ടൈമിൽ ഇത് വരാത്ത അവസ്ഥ ഉണ്ട് കേട്ടോ. ഈ ഒരു കീബോർഡിന് പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് അത് പെട്ടെന്ന് വരാത്തത്. ചില 3 ബട്ടണ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പിന്നെ എല്ലാ ബട്ടണും ചെറുതായിട്ട് കംപ്ലൈൻ്റ് ഉണ്ട് തോന്നുന്നു, അതാണ് പെട്ടെന്ന് വരാത്തത്. ഒന്നുകൂടി കാണിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യൽ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.